Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസറ്റ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37ലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് മെയിനായിട്ട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡിസ്കസ് ചെയ്യുന്നത് റവന്യൂവിൻ്റെ ബേസ്ഡിലാണ്. 37 ബേസ്ഡ് ഓൺ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ റവന്യൂവിൻ്റെ ബേസിലും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37ൽ കൃത്യമായി പറയുന്നത് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു 3 ടോപ്പിക്കുകളാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37ൽ ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. The objective of the standard is to ensure that appropriate recognition criteria and measurement bases are applied to provisions. അതായത് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്രോപ്രിയേറ്റ് റെക്കഗ്നീഷൻ, എങ്ങനെയാണ് അത് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എങ്ങനെ അത് എൻഷുർ ചെയ്യണം, എത്രയാണ് പ്രൊവിഷൻ മാറ്റി വയ്ക്കേണ്ടത്, ലേബിലിറ്റി എങ്ങനെയാണ്, അസറ്റ് എങ്ങനെയുള്ള സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ, അതിന് മതിയായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്യാൻ നോട്ടിൻ്റെ ഫോമിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ യൂസേഴ്സിനൊക്കെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന തരത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് അതിൻ്റെ സ്കോപ്പാണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37ൽ പറഞ്ഞ പ്രകാരം സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാരിഡ് അറ്റ് ഫെയർ വാല്യൂ. 39ലാണ് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫെയർ വാല്യൂവിലാണ് ക്യാരി ചെയ്യേണ്ടത്. പിന്നെ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റുകൾ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ കോൺട്രാക്ട്സ് അണ്ടർ ബോത്ത് പാർട്ടീസ് ഹാവ് പാർഷ്യലി പെർഫോംഡ് ദെയർ ഒബ്ലിഗേഷൻ ടു എൻ ഈക്വൽ എക്സ്റ്റെൻറ്റ്. അപ്പം നമ്മൾ എന്തെങ്കിലും കരാറുകൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ട് പാർട്ടിക്കും അവർ ഈക്വൽ ആയിട്ട് തന്നെ അവരുടെ പാർട്ട് അവിടെ പെർഫോം ചെയ്യുക. അതാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് പറയുന്നുണ്ട് പോളിസി ഹോൾഡേഴ്സുമായിട്ട്. അപ്പം മൂന്നാമത്തെ പോയിന്റിൽ ആ ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റിൽ അത് ആവശ്യമാണ്. ഈവൻസ് ഓർ ട്രാൻസാക്ഷൻ കവേർഡ് ബൈ അനദർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. പിന്നെ ഏതെങ്കിലും ഈവൻസോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസോ ഒക്കെ, അതായത് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ലീസ് ഒബ്ലിഗേഷൻസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ജസ്റ്റ് അതിന് മുന്നേ നമുക്ക് നോക്കേണ്ടത് എന്തിനാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലയബിലിറ്റിയാണ്, ഒരു അൺസർട്ടൺ ടൈമിംഗ് ഓർ എമൗണ്ട്. നമുക്ക് എപ്പോൾ അതുണ്ടാവുന്നോ എത്ര എമൗണ്ടിനായിരിക്കുന്നു എന്നും നമുക്ക് കൃത്യമായിട്ട് അളന്ന് പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലയബിലിറ്റിയാണ്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ആ പ്രൊവിഷൻസിൻ്റെ ഇൻകം ടാക്സ് ലയബിലിറ്റി ഉണ്ടാവും, പ്രൊഡക്റ്റ് വാറണ്ടി ഉണ്ടായിരിക്കും, എൻവയോൺമെൻറ്റ് റീസ്റ്റോറേഷൻ, പോസ്റ്റ് എംപ്ലോയി ബെനിഫിറ്റുകൾ, ഡിസ്പ്യൂട്ടഡ് ക്ലെയിം ബൈ കസ്റ്റമേഴ്സ്, ഡിസ്പ്യൂട്ടഡ് ക്ലെയിം ബൈ റിവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. ഇൻ ഓൾ ദീസ് എക്സാമ്പിൾസ്, ഈ ഒരു എക്സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ ടൈം എപ്പോഴാണ് ഇത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എമൗണ്ടും അൺസർട്ടൺ ആണ്. ബോത്ത് ടൈം ആൻഡ് എമൗണ്ട് ആർ അൺസർട്ടൺ. അതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ലയബിലിറ്റി എന്നുള്ളതും ടൈമിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ എമൗണ്ടും നമുക്ക് അൺസർട്ടൺ ആവാം. എ ലയബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ അറൈസിങ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്. മുന്നേ നടന്ന ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ അറ്റ് പ്രസൻറ്റിൽ ഉണ്ടെങ്കിൽ അതിനെയും ലയബിലിറ്റി എന്ന് പറയാം. സെറ്റിൽമെൻറ്റ് ഓഫ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു റിസൾട്ട് ഇൻ ആൻ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ്. ഇനി അത് നമുക്ക് സെറ്റിൽമെൻറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ റിസോഴ്സ് ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഔട്ട്ഫ്ലോ ഉണ്ടാവുമ്പോൾ നമുക്കറിയാലോ എല്ലാ ബാധ്യതകളും നമുക്ക് തീർക്കേണ്ടത് പണത്തിലൂടെ ആണെങ്കിൽ ആ പണം കൊടുത്ത് വേണം അത് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് പ്രൊവിഷനും ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? ഡിസ്റ്റിങ്ഷസ് പ്രൊവിഷൻ ആൻഡ് അതർ ലയബിലിറ്റീസ് ആസ് ട്രേഡ് പേയബിൾസ്, അതുപോലെ തന്നെ അക്രൂവൽസ്. ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is uncertainty about the timing or amount of the future expenditure. രണ്ടും നമുക്ക് ബാധ്യത തന്നെയാണ്, പ്രൊവിഷൻ ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും. പക്ഷേ ലയബിലിറ്റി നമുക്ക് അറിയപ്പെടുന്നതാണ് അല്ലെങ്കിൽ അറിയുന്നതാണ്. നമുക്കിപ്പോൾ എത്ര പേർക്ക് കൊടുക്കാനുണ്ട്, എത്ര അക്രൂ ചെയ്തൊക്കെ അറിയാം. പക്ഷേ പ്രൊവിഷൻ ഒരിക്കലും നമുക്ക് അറിയാത്തൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ്. ഇൻ ദ കേസ് ഓഫ് അതർ ലയബിലിറ്റീസ് അൺസർട്ടനിറ്റീസ് ജനറലി മച്ച് ലെസ് ദാൻ ഫോർ പ്രൊവിഷൻസ്. ഇനി ഈ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് പ്രൊവിഷനും കണ്ടിജന്റ് ലയബിലിറ്റിയും. എല്ലാ പ്രൊവിഷൻസും കണ്ടിജന്റ് ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ദേ ആർ അൺസർട്ടൺ ടൈമിംഗ് ഓർ എമൗണ്ട്. ഹൗവർ ദ ടേം കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബിക്കോസ് ദെയർ എക്സിസ്റ്റൻസ് വിൽ ബി കൺഫേംഡ് ഓൺലി ബൈ ദ ഒക്കറൻസ് ഓർ നോൺ ഒക്കറൻസ് വൺ ഓർ മോർ അൺസർട്ടൺ ഫ്യൂച്ചർ ഈവൻസ്. കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കവിടെ എന്താണ് പ്രത്യേകത, അത് ഇതേപോലെ ഒന്നിലധികമോ അൺസർട്ടൺ ഫ്യൂച്ചർ ഈവൻറ്റ്സ് സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ദേ ആർ നോട്ട് ലയബിലിറ്റീസ്. അപ്പോൾ അതിന് നമുക്ക് ലയബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. പ്രൊവിഷൻസ് ഓൺ ദ അതർ ഹാൻഡ് എന്താണ് റെക്കഗ്നൈസ്ഡ് ആസ് ലയബിലിറ്റീസ്. പ്രൊവിഷൻസ് എല്ലാം ലയബിലിറ്റീസ് ആണ്. ഇനി റെക്കഗ്നീഷൻ ഓഫ് പ്രൊവിഷൻ, എങ്ങനെയാണ് പ്രൊവിഷനെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ഫോളോയിങ് കണ്ടീഷൻസ് ആർ മെറ്റ്. 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, ദർ ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഈവൻറ്റ്. അതായത് നമുക്ക് മുന്നേ നടന്ന ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവുക, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ, ഒരു ബാധ്യത ഉണ്ടാവുക. അത് പ്രസൻറ്റിലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ലോൺ എടുത്തു. ആ ലോൺ എടുക്കുക എന്നുള്ളത് ഒരു പാസ്റ്റ് ഈവൻ്റ് ആണ്. അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടയ്ക്കാനുള്ളത് 1 ഇയറിനുള്ളിൽ അടയ്ക്കേണ്ടതാണെങ്കിൽ ആ വർഷം അവസാനിക്കുന്ന ആ സമയത്ത് നമ്മൾക്ക് ഇപ്പോൾ ബാധ്യത വന്നിട്ടുണ്ട്. കാരണം അത് മുന്നേ, ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ജനുവരി 1-ാം തീയതി നമ്മൾ ലോൺ എടുത്തു, ഒരു വർഷത്തേക്കാണ് എടുത്തതെങ്കിൽ തീർച്ചയായും ഡിസംബർ 31-ൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഡിസംബർ മാസത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, അത് ജനുവരിയിൽ എടുത്ത ആ ലോണിൻ്റെ അടവാണ് എന്നുള്ള. അപ്പോൾ പാസ്റ്റ് ഈവൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രസൻറ്റിൽ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത്, it is a probable that an outflow of resources embodying economic benefits will be required to settle the obligation. ആ ഒരു ഒബ്ലിഗേഷൻ സെറ്റിൽ ചെയ്യണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് അത് ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പിന്നെ എമൗണ്ട് ഓഫ് ദ ഒബ്ലിഗേഷൻ ക്യാൻ ബി റിലയബിളി എസ്റ്റിമേറ്റഡ്. ഇനി അതിന് എത്ര രൂപ കൊടുത്താലാണ് അത് സെറ്റിൽമെൻറ്റ് ആവുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഫ് എനി വൺ ഓഫ് ദീസ് കണ്ടീഷൻസ് ആർ നോട്ട് മെറ്റ്, ഈ 3 കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ എന്തില്ല, നോ പ്രൊവിഷൻ ഷാൽ ബി റെക്കഗ്നൈസ്ഡ്. അവിടെ പ്രൊവിഷൻ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്, ഒരു പ്രൊവിഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം ബാധ്യതയാണ് ഉണ്ടാവേണ്ടത്. ലയബിലിറ്റി ഫസ്റ്റ് വരണം. ആ ലയബിലിറ്റിയിലൂടെയാണ് നമുക്ക് എന്തുണ്ടാവേണ്ടത്, ഒരു ഫ്യൂച്ചർ ഒബ്ലിഗേഷൻസ് അവിടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ മസ്റ്റ് എക്സിസ്റ്റ് അറ്റ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ നമുക്കിപ്പോഴും അത് വീട്ടാത്ത ഒരു കടമായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാസ്റ്റ് ഈവൻറ്റ്. ഒബ്ലിഗേറ്റിംഗ് ഈവൻറ്റ് മുന്നേ നടന്നതായിരിക്കണം. ഞാൻ നേരത്തെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഒരു ഔട്ട്ഫ്ലോ അവിടെ ഉണ്ടായിരിക്കണം. അത് സെറ്റിൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കണം. പിന്നെ അത് കൃത്യമായിട്ട് റിലയബിളായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് പ്രൊവിഷൻ എന്താണെന്നുള്ളത് ഇവിടെ എക്സാമ്പിൾ ഒരു ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ കൈരളി ഇലക്ട്രോണിക് ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് സെൽസ് TV സെറ്റ് അണ്ടർ ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. മാനുഫാക്ചർ അണ്ടർടേക്ക് ടു മേക്ക് ഗുഡ് ബൈ റിപ്പയേഴ്സ് ഓർ റീപ്ലേസ്മെൻറ്റ് മാനുഫാക്ചറിങ് ഡിഫക്ട് ദാറ്റ് ബിക്കം അപ്പാരൻറ്റ് വിതിൻ ദ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് സെയിൽ. നമ്മൾ സാധനം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ അതിനെന്തെങ്കിലും റിപ്പയറോ റീപ്ലേസ്മെൻറ്റോ വരുന്നുണ്ടെങ്കിൽ, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് ശരിയാക്കി തരുന്നുള്ളതാണ് പറയുന്നത്. അതിന് എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട് പ്രോബബിൾ ദാറ്റ് ദർ വിൽ ബി സം ക്ലെയിംസ് അണ്ടർ ദ വാറണ്ടി. പിന്നെ വാറണ്ടിയുടെ അണ്ടറിൽ ചില ക്ലെയിംസുകൾ പറയുന്നുണ്ട്. സ്റ്റേറ്റ് വെദർ പ്രൊവിഷൻസ് ഓഫ് ഫോർ വാറണ്ടീസ് ഈസ് റിക്വയർഡ് ഓർ നോട്ട്. ഈ വാറണ്ടി കൊടുക്കണതിന് നമുക്ക് പ്രൊവിഷൻസ് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഒബ്ലിഗേറ്റിംഗ് ഈവൻറ്റ്. പാസ്റ്റ് ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ TV ആദ്യം സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ വന്നു. രണ്ടാമത് ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സ് എംബോഡിങ് എക്കണോമിക് ബെനിഫിറ്റ് എന്നുള്ളതാണ് പറയുന്നത്. പ്രോബബിൾ ഫോർ ദ വാറണ്ടീസ് ആസ് എ ഹോൾ. അപ്പോൾ ആ ഒരു വാറണ്ടി അവിടെ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അവിടെ ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ടാവണം. പിന്നെ റെക്കഗ്നീഷൻ ഓഫ് പ്രൊവിഷൻ, റിലയബിൾ എസ്റ്റിമേറ്റ് ഓഫ് വാറണ്ടീസ് ഹാസ് ടു ബി മെയ്ഡ്. എത്ര വർഷത്തേക്കാണ് കൃത്യമായിട്ട് അവിടെ വാറണ്ടി അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, മെഷർമെൻറ്റ് ഓഫ് പ്രൊവിഷൻ. ഇനി എങ്ങനെയാണ് പ്രൊവിഷൻ മെഷർ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. A provision is measured at the best estimate the expenditure required to settle the present obligation at the balance sheet date. ബാലൻസ് ഷീറ്റിൽ പറയുന്ന ഡേറ്റിന് നമുക്ക് എന്താണോ ഒബ്ലിഗേഷൻ വന്നിരിക്കുന്നത് ആ ഒബ്ലിഗേഷനെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തുക അല്ലെങ്കിൽ ചിലവ്, അങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത്. ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഈസ് ദ എമൗണ്ട് ദാറ്റ് ആൻ എൻറ്റിറ്റി വുഡ് ബി പെയ്ഡ് ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ അറ്റ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഓർ ടു ട്രാൻസ്ഫർ ഇറ്റ് ടു എ തേർഡ് പാർട്ടി. ഒന്നില്ലെങ്കിൽ ആ ഒരു ഡേറ്റിന് അത് സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമുക്കൊരു മൂന്നാമതൊരു വ്യക്തിക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാം. എസ്റ്റിമേഷൻ ഓഫ് ഔട്ട്കം എന്ന് പറയുന്ന ഇഫക്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ജഡ്ജ്മെൻറ്റ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ എൻറ്റിറ്റി. ആ ഒരു കമ്പനിയുടെ മാനേജ്മെൻ്റ് ആണ് അത് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സപ്ലിമെൻറ്റഡ് ബൈ എക്സ്പീരിയൻസ് ഓഫ് സിമിലർ ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലായിരിക്കാം. ആൻഡ്
റിപ്പോർട്ട്സ് ഫ്രം ദ ഇൻഡിപെൻഡൻറ്റ് എക്സ്പേർട്സ്, അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ആൾക്കാരുടെ എക്സ്പേർട്ടിൻ്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. വെൻ ദ മെഷർമെൻറ്റ് ഓഫ് പ്രൊവിഷൻ ഇൻവോൾവ്സ് ലാർജ് പോപ്പുലേഷൻ ഓഫ് ഈവൻസ് ദെൻ ഒബ്ലിഗേഷൻ ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പെക്റ്റഡ് വാല്യൂ. നമ്മൾ കൊടുക്കുന്ന ആ പ്രൊവിഷൻ മെഷർ ചെയ്യുന്നത് ഒരു ലാർജ് പോപ്പുലേഷൻ ഓഫ് ഈവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ എക്സ്പെക്റ്റഡ് വാല്യൂവിൻ്റെ ബേസിലായിരിക്കും ചെയ്യുക. ഈ എക്സ്പെക്റ്റഡ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് വെയിങ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ബൈ ദെയർ അസോസിയേറ്റഡ് പ്രോബബിലിറ്റി. സാധ്യതയുള്ള എല്ലാ ഔട്ട്കംസിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പോസിബിൾ ഔട്ട്കംസിൻ്റെയൊക്കെ ഒരു വെയിറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എക്സ്പെക്റ്റഡ് വാല്യൂ അവിടെ കാണുന്നത്. അവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കമ്പനി സെൽസ് ഗുഡ് വിത്ത് എ വാറണ്ടി ഫോർ ദ കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് ഫോർ എനി മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് വിതിൻ ഫസ്റ്റ് 6 months ആഫ്റ്റർ പർച്ചേസ്. പർച്ചേസ് ചെയ്തിട്ട് ആദ്യത്തെ 6 മാസത്തിനുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലാണ് അവരത് വാറണ്ടി കൊടുത്തിരിക്കുന്നത്. ഇഫ് മൈനർ ഡിഫക്റ്റ് വർ ഡിറ്റക്റ്റഡ് ഇൻ ഓൾ പ്രോഡക്ട്സ് സോൾഡ് റിപ്പയർ കോസ്റ്റ് ₹1 million വുഡ് റിസൾട്ട്. ഇനി ചെറിയതായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ 1 million ആണ് വരുന്നത്. മേജർ ഡിഫക്റ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ 4 million വരെയാണ് വരുന്നത്. കമ്പനിയുടെ പാസ്റ്റ് എക്സ്പീരിയൻസും ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷനും സൂചിപ്പിക്കുന്നത് കമ്മിങ് ഇയറിൽ 75% ഓഫ് ദ ഗുഡ്സ് സെൽ ചെയ്തതും അവർക്ക് ഒരു ഡിഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. ഒരു 20% മൈനർ മിസ്റ്റേക്കും 5% മേജർ ഡിഫക്റ്റും ഉണ്ടാവാമെന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊവിഷൻ, ഈ വാറണ്ടി ഒബ്ലിഗേഷന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ എങ്ങനെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. കമ്പനി പറഞ്ഞിരിക്കുന്ന അവരുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്. ടു മെഷർ പ്രൊവിഷൻ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെയിറ്റേജ് കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് പറഞ്ഞാൽ 75% ഡിഫക്റ്റേ ഇല്ല. അപ്പോൾ 75% ഒരു നില്ലാണ്. പിന്നെ പറയുന്ന 20%, അപ്പോൾ തന്നെ 95ആയി. 75ഉം 20ഉം കൂടി കണക്കാണ്. അപ്പം പിന്നെ വരുന്ന 20%-ന് 1 million ആണ് അവർ പറയുന്നത്. അപ്പോൾ 20% ഓഫ് 1 million എത്ര എടുക്കാം? പ്ലസ് പിന്നെ പറയുന്ന 5% മേജർ ഡിഫക്റ്റ്, അതിന് 4 million ആണ് പറയുന്നത്. അപ്പോൾ 4 millionൻ്റെ 5% എടുക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ആദ്യത്തേത് 2 lakh, രണ്ടാമത്തെ 2 lakh, അപ്പോൾ ടോട്ടൽ 4 lakh ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ എത്രയാണ് വേണ്ടത്? നമുക്ക് 4 lakh ഉണ്ടെങ്കിലാണ് അത് സെറ്റിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ മെഷറിംഗ് പ്രൊവിഷൻസ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവിഷൻ മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ്, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടൈം വാല്യൂ ഓഫ് മണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊവിഷൻ ഷുഡ് ബി ഡിസ്കൗണ്ടഡ്. ആ പ്രൊവിഷൻ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. അല്ലെങ്കിൽ amount of provision should be the present value of the expenditure expected to be required to settle the obligation. ഒരു ഒബ്ലിഗേഷൻ നമുക്ക് സെറ്റിൽ ചെയ്യാൻ എത്രയാണോ വേണ്ടത് എന്നുള്ളത് അറ്റ് പ്രസൻറ്റിൽ എത്ര വാല്യൂ ആണ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഡിസ്കൗണ്ട് റേറ്റ് ഷുഡ് ബി ദ പ്രീ ടാക്സ് റേറ്റ് ദാറ്റ് റിഫ്ലെക്ട്സ് കറണ്ട് മാർക്കറ്റ് അസസ്മെൻറ്റ്. പിന്നെ ആ ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ എടുക്കുമ്പം ടാക്സ് കൊടുക്കുന്നതിന് മുന്നുള്ള റേറ്റ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത് കൺസിഡർ ചെയ്യുന്നത് റീഇംബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസിൽ ചില ചിലവൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ചിലവായത് അത്രയും പൈസ തിരിച്ച് കൊടുത്താൽ മതി. ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ അത് വീണ്ടെടുത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് വെർച്വലി സർട്ടൻ ദാറ്റ് ദ റീഇംബേഴ്സ്മെൻറ്റ് വിൽ റിസീവ്ഡ് ഇഫ് ദ എൻറ്റിറ്റി സെറ്റിൽ ദ ഒബ്ലിഗേഷൻ. ഒരു ഒബ്ലിഗേഷൻ ഒരു എൻറ്റിറ്റി സെറ്റിൽ ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് റിസീവ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർ ആ തേർഡ് പാർട്ടിയിലേക്ക് റീഇംബേഴ്സ്മെൻറ്റ് അവിടെ അല്ലെങ്കിൽ ആ തുക മുഴുവനായിട്ട് അവർക്ക് തിരിച്ച് കൊടുക്കുന്നുള്ളൂ. ദിസ് ഇംപ്ലൈസ് that the amount of reimbursement should not be shown as a deduction. അതായത് നമ്മൾ റീഎംബേഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും റിക്വയർഡ് പ്രൊവിഷന് അത് റിഡക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കുറയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ റീഎംബേഴ്സ്മെൻറ്റ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ റിക്വയർഡ് ടു സെറ്റിൽ എ പ്രൊവിഷൻ മേ അറൈസ് ഫ്രം ഇൻഷുറൻസ് കോൺട്രാക്റ്റ്. ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഒക്കെയാണ് നമ്മൾ നടത്തുന്നത് വെച്ചാൽ അതിൻ്റെ മുകളിലൊക്കെയാണ് എന്തുണ്ടാവുന്നത്, ഒരു റീഎംബേഴ്സ്മെൻ്റ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതൽ. കാരണം ഇൻഡെംനിറ്റി ക്ലോസുകളും സപ്ലയർ വാറണ്ടിയും ഒക്കെ വരുന്നത് അവിടെയാണ്. ആ എമൗണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരിക്കലും എമൗണ്ട് ഓഫ് പ്രൊവിഷനും കൂടുതലായിരിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എക്സ്പെൻസ് റിലേറ്റിംഗ് പ്രൊവിഷൻ മേ ബി നെറ്റ് ഓഫ് ദ എമൗണ്ട് റെക്കഗ്നൈസ്ഡ്. എത്രയാണോ റീഇംബേഴ്സ്മെൻറ്റ് നടത്തിയ ആ ഒരു നെറ്റ് എമൗണ്ട് ആണ് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇൻ 2020 the local government informs a company that a new road will be built in 2022. This will cause the destruction of undertaking head office. Asset 6 million will have to be written off. 6 ലക്ഷത്തിൻ്റെ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. 2020 ആകുമ്പോഴേക്കും ഗവൺമെൻറ് 4.5 million കോമ്പൻസേഷൻ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എങ്ങനെയാണ് അതിൻ്റെ പ്രൊവിഷൻസ് വരിക എന്നുള്ളതാണ് പറയുന്നത്. 2020
പ്രൊവിഷൻ ആൻഡ് കോമ്പൻസേഷൻ ഷുഡ് ബി റെക്കോർഡഡ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന നെറ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1.5 മില്യൺ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി പറയാം. ലോസ് ഓഫ് ദ അസറ്റ്, കാരണം ടോട്ടൽ പ്രൊവിഷനാക്കി നമ്മൾ മാറ്റി വെച്ചെങ്കിൽ എത്ര? 6 മില്യൺ ആണ് ടോട്ടൽ പ്രൊവിഷൻ. അതിൽ നമുക്ക് കോമ്പൻസേഷനായിട്ട് കിട്ടിയത് 4.5 മില്യൺ ആണ്. അപ്പോൾ ബാലൻസ് 1.5 മില്യൺ ആണ് നമുക്ക് ലോസ് ഓഫ് അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ലോസിനെ ആദ്യം ഡെബിറ്റ് ചെയ്തു, പിന്നെ എമൗണ്ട് റിസീവബിൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതായതുകൊണ്ട് 4.5 കാണിച്ചു. ടോട്ടലി പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ആകെ 6 മില്യൺ ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ പ്രൊവിഷൻ ആണ്. ചേഞ്ചസ് ഇൻ പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷൻ ഷുഡ് ബി റിവ്യൂഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ റിപ്പോർട്ടിംഗ് പീരീഡ് ആൻഡ് അഡ്ജസ്റ്റഡ് ടു റിഫ്ലക്ട് ദ കറണ്ട് ബെസ്റ്റ് എസ്റ്റിമേറ്റ്. എല്ലാ പ്രാവശ്യവും ഇയർ എൻഡിങ്ങിൽ ആ പ്രൊവിഷൻസ് ഒന്ന് റിവ്യൂ ചെയ്യും. എന്നിട്ട് അതിൽ ആ റിപ്പോർട്ടിംഗ് പീരീഡിൽ വരുന്ന എങ്ങനെയാണ് കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആ കറൻറ്റ് ബെസ്റ്റ് ആയിരിക്കും ഇവിടെ കാണിക്കുക. ഇഫ് ഇറ്റ് ഈസ് നോ ലോങ്ങർ പ്രോബബിൾ ദാറ്റ് ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് വിൽ ബി റിക്വയർഡ് ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ പ്രൊവിഷൻ ഷാൽ ബി റിവേഴ്സ്ഡ്. ഇനി അവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും കൊടുത്ത് തീർക്കാനുള്ളതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊവിഷൻ നമുക്ക് എന്ത് ചെയ്യാം? റിവേഴ്സ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. വേർ ഡിസ്കൗണ്ടിങ് ഈസ് യൂസ്ഡ്. ഡിസ്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരിങ് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഇൻക്രീസ് ചെയ്യും ഓരോ പീരീഡിലും. ആൻഡ് പാസേജ് ഓഫ് ടൈമിൽ വരും കാലങ്ങളിൽ അതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ഇൻക്രീസ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ ബോറോയിങ് കോസ്റ്റ്. ഇവിടെ നമുക്കത് ഇൻക്രീസ് ആവാന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് കണക്കാക്കുക? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ ബോറോയിങ് കോസ്റ്റ്, അസറ്റും ലയബിലിറ്റി ആയിട്ട്. അതേപോലെ ആയിരിക്കും അത് കാണിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. A company knows when it ceases certain operation 5-year time, it will have to pay environment cleanup cost 2 crore. Provision be made now will the present value of 2 crores in 5 years time. Assuming the discount rate 10%, calculate the amount of provision required. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പനി ടൈം വാല്യൂ ഓഫ് മണിക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ പ്രസൻറ്റ് വാല്യൂയിൽ കാണിക്കുക. അവിടെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക? പ്രസൻറ്റ് വാല്യൂ അറ്റ് ദ 5th ഇയർ, ദാറ്റ് ഈസ് 10% ഓഫ് ഡിസ്കൗണ്ട് ഫാക്ടറാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുമ്പോൾ 10% ഓഫ് 5th ഇയറിൻ്റെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ എടുക്കുമ്പോൾ കിട്ടുന്ന വിലയാണ് 0.621. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ടേബിൾ എടുത്തിട്ട് അതിൽ അഞ്ചാമത്തെ വർഷത്തിന് നേരെ 10% എത്രയാണ് കൊടുത്തിരിക്കുന്നത് നോക്കണം. അപ്പോൾ 0.621 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ഇൻറ്റു 2 crore ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്ന എമൗണ്ടാണ് 1,24,20,000 എന്ന് പറയുന്നത്. ഇനി ഫോളോയിങ് ഇയർ വിൽ ബി ദ ഡിസ്കൗണ്ട് ഫാക്ടർ. അപ്പോൾ 4th ഇയറിൽ എത്രയാണ് വരിക? അതിനെ തൊട്ട് താഴെ നോക്കുക. 10% ഓഫ് 6.683 ആണ്. അപ്പോൾ വീണ്ടും അതേ എമൗണ്ടിനെ ആ ഒരു പ്രസൻറ്റ് വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്ത് കാണിക്കാം. അപ്പോൾ അവിടുന്ന് എത്രയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്? ആദ്യത്തെ വർഷത്തെക്കാട്ടിലും 4th ഇയർ ആകുമ്പോൾ വരുന്നത് 5th ഇയറിനെക്കാട്ടിലും 4th ഇയറിൽ വരുന്ന കൂടുതൽ എന്ന് പറയുന്നത് 12,40,000 ആണ്. ഈ ലയബിലിറ്റി ഇങ്ങനെ 2nd ഇയറിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യേണ്ടത് P&L അക്കൗണ്ടിലെ ഫിനാൻസ് കോസ്റ്റ്, ബോറോയിങ് കോസ്റ്റ് ആയിട്ടാണ് അത് കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രൊവിഷൻ്റെ യൂസ്. പ്രൊവിഷൻ ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ ദ എക്സ്പെൻഡിച്ചർ ഫോർ വിച്ച് ദ പ്രൊവിഷൻ വാസ് ഒറിജിനൽ റെക്കഗ്നൈസ്ഡ് ആൻഡ് ഫോർ നോട്ട് അതർ പർപ്പസ്. അപ്പോൾ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അതിൽ ആ സംഭവം നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. നടന്നിട്ടില്ലെങ്കിലും ആ എമൗണ്ട് ഒരിക്കലും വേറെ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സെറ്റിംഗ് എക്സ്പെൻഡിച്ചർ അഗെയിൻസ്റ്റ് എ പ്രൊവിഷൻ ദാറ്റ് വാസ് ഒറിജിനലി റെക്കഗ്നൈസ്ഡ്. നമ്മൾ എന്തിനു വേണ്ടിയാണോ ഫോം ചെയ്തത് അതിൻ്റെ കാരണവുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമുക്ക് അതിലൂടെ തന്നെ അത് കൊടുത്ത് തീർക്കാവുന്നതാണ്. അല്ലാണ്ട് അത് വേറെ പർപ്പസിനൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞത്. ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ലോസസ്. പ്രൊവിഷൻ ഒരിക്കലും ഫ്യൂച്ചറിൽ ഓപ്പറേറ്റിംഗ് ലോസിന് വേണ്ടിയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. കാരണം ദേ ഡു നോട്ട് മീറ്റ് ദ ഡെഫിനേഷൻ ഓഫ് എ ലയബിലിറ്റി ആൻഡ് ദ ജനറൽ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ. ജനറലായിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ക്രൈറ്റീരിയയോട് അത് മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്ന ഒനേറസ് കോൺട്രാക്റ്റ് ആണ്. ഒനേറസ് കോൺട്രാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ദ അൺഅവോയ്ഡബിൾ കോസ്റ്റ് ഓഫ് ഫുൾഫില്ലിംഗ് ദ ഒബ്ലിഗേഷൻ അണ്ടർ ദ കോൺട്രാക്ട് എക്സീഡ് ദ എക്കണോമിക് ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്കതിൽ എന്തെങ്കിലും എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. അതിനെ എക്സീഡ് ചെയ്തുകൊണ്ട് നമുക്ക് അൺഅവോയ്ഡബിൾ, ഒരിക്കലും ഒഴിച്ചുകൂടാനും നമുക്ക് പറ്റാത്ത വല്ല കോസ്റ്റുകൾ അത് ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഒനേറസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. വേക്കൻറ്റ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ഈസ് ആൻ എക്സാമ്പിൾ. entity is under obligation to maintain the property but it is not receiving income from it. നമ്മളിപ്പോൾ ലീസിന് വല്ല
പ്രോപ്പർട്ടി വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ അതുവഴി നമുക്ക് ഇൻകം ഒന്നും അവിടെ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ അണ്ടർ ദ ഓണിയറസ് കോൺട്രാക്ട് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് മെഷർഡ് ആസ് എ പ്രൊവിഷൻ. അപ്പോൾ ആ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ വഴി ഈ ഒരു കോൺട്രാക്റ്റ് വഴി നമുക്ക് എന്തെങ്കിലും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊവിഷനായിട്ട് മെഷർ ചെയ്യാവുന്നതാണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നതാണ് 7th പോയിന്റിൽ റീസ്ട്രക്ചറിങ് എന്നാണ് പറയുന്നത്. പ്രൊവിഷൻ റീസ്ട്രക്ചർ ചെയ്യുക. Defined as a program that is planned and controlled by management that materially changes either the scope of the business or the manner in which the business is conducted. ചിലപ്പോൾ നമ്മൾ പ്രൊവിഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് മാനേജ്മെൻറ്റിന് അതിൻ്റെ പ്രോഗ്രാമിലോ പ്ലാനിങ്ങിലോ കൺട്രോളിങ്ങിലോ ഒക്കെ ചേഞ്ചസ് വരുത്താം. അങ്ങനെ മെറ്റീരിയൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സിൻ്റെ സ്കോപ്പിനനുസരിച്ച് അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നതിനെ ബേസ് ചെയ്ത് ആ മാറ്റങ്ങളോടെ കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സെയിൽ ഓർ ടെർമിനേഷൻ ഓഫ് എ ലൈൻ ഓഫ് ബിസിനസ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സെയില് അല്ലെങ്കിൽ അത് നിർത്തിപ്പോവുക ആ ബിസിനസ്, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടാവാം. അല്ലെങ്കിൽ ബിസിനസ് ലൊക്കേഷൻ തന്നെ നമ്മൾ അടച്ചിടാം. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്ട്രക്ചറൊക്കെ മാറ്റങ്ങൾ വരാം. ഫണ്ടമെൻ്റൽ റീഓർഗനൈസേഷനൊക്കെ സംഭവിക്കാം. ഇതെല്ലാം ഉണ്ടെങ്കിൽ അപ്പോൾ ബിസിനസ് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നതനുസരിച്ചാണ് ഈ ഒരു റീസ്ട്രക്ചറിങ്, ഇവിടെ പ്രൊവിഷനിലും റീസ്ട്രക്ചറിങ് ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ഒരു റീസ്ട്രക്ചറിങ് കോസ്റ്റ്, അങ്ങനെ റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഓൺലി വെൻ ദ ജനറൽ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ഫോർ റെക്കഗ്നൈസിങ് എ പ്രൊവിഷൻ ആർ മെറ്റ്. ഒന്ന്, എൻറ്റിറ്റി മസ്റ്റ് ഹാവ് എ ഡീറ്റെയിൽഡ് ഫോർമൽ പ്ലാൻ ഓഫ് ദ റീസ്ട്രക്ചറിങ്. നമ്മളിപ്പോൾ നിലവിലൊരു കമ്പനി നടത്തുകയാണെന്ന് വെച്ചാൽ ഇനി ആ കമ്പനീനെ ഒന്ന് മാറ്റം വരുത്തുകയാണെന്ന് വെച്ചാൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫോർമൽ പ്ലാൻ ഉണ്ടായിരിക്കണം. അത് വാലിഡ് എക്സ്പെക്റ്റേഷൻ അവിടെ റേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൺലി ദ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. ആ ഒരു റീസ്ട്രക്ചറിങ് കൊണ്ട് ഡയറക്റ്റായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത്. കാരണം ആ റീസ്ട്രക്ചറിങ്ങിൻ്റെ ആവശ്യകത, അതേപോലെ തന്നെ ഓൺഗോയിങ് ആക്ടിവിറ്റീസ് ഉണ്ടാവും എൻ്റർപ്രൈസിൽ, അതുമായിട്ട് ബന്ധപ്പെട്ടാവരുത് എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ കോസ്റ്റുകളാണ് അതിൽ ഉൾപ്പെടുത്താത്തത്, റീസ്ട്രക്ചറിങ്ങിന് പ്രൊവിഷൻ കൊടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? ഒന്ന്, അവിടെ ചിലപ്പോൾ നിലവിലുള്ള സ്റ്റാഫിനെയൊക്കെ ഒന്ന് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റീട്രെയിൻ ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള ചിലവൊന്നും അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. മാർക്കറ്റിങ്ങിൻ്റെ ചിലവ് ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ന്യൂ സിസ്റ്റം ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോസ്റ്റുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സ് ലിമിറ്റഡ് ഒരു പെട്രോ കെമിക്കൽ കമ്പനിയാണ്. അവരുടെ പൈസ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരതൊന്നും കൂടിയിട്ട് റീഓർഗനൈസ് ചെയ്ത് ഒരുപാട് നഷ്ടമൊക്കെ വന്നപ്പം ഇത് മേക്കിംഗ് റിഡൻഡൻസീസ് അറ്റ് എ കോസ്റ്റ് 10 million ആയിട്ടാണ് അവരിനി അത് മാറ്റുന്നത്. ഇറ്റ് ഓൾസോ സ്പെൻഡ് 1 million ഫോർ റീട്രെയിനിങ്ങിന് വേണ്ടി 1 million കൊടുത്തിട്ടുണ്ട്. പുതിയ എക്യുപ്മെൻറ്റിന് വേണ്ടി 2 million കൊടുത്തിട്ടുണ്ട്. ആൻഡ് അനദർ 1 million ഓപ്പറേറ്റിംഗ് ലോസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ബിസിനസ് ബ്രേക്ക് സീവൺ ആവുന്നതിന് മുന്നുള്ള ലോസിന്. അപ്പോൾ എത്രയാണ് റീസ്ട്രക്ചറിങ്ങിന് പ്രൊവിഷൻ മാറ്റി വയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ റീസ്ട്രക്ചറിങ്ങിന് മാറ്റി വയ്ക്കാൻ പറ്റുന്നത് എന്താണ്? വിൽ ബി ലിമിറ്റഡ് ടു 10 million ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന 10 million ആണ്. അപ്പോൾ റീട്രെയിനിങ്ങോ ന്യൂ എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ലോസോ ഒക്കെ എന്താണ്? ഷുഡ് ബി ട്രീറ്റഡ് ആസ് എക്സ്പെൻസസ്. അതുകൊണ്ട് അതിൻ്റെ മുകളിലൊന്നും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അതിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. എക്സാമ്പിൾസ് ഓഫ് പോസിബിൾ പ്രൊവിഷൻസ്: വാറണ്ടീസ്, മേജർ റിപ്പയർസ്, എൻവയോൺമെൻറ്റൽ കണ്ടാമിനേഷൻ. ഇതൊക്കെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു പ്രൊവിഷൻ അവിടെ സാധ്യത വരുന്നത്. ജെന്യുവൻ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ക്ലിയർ ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കുക, വാറണ്ടീസ് ഉണ്ടായിരിക്കുക അതിൻ്റെ മുകളിൽ, പിന്നെ മേജറായിട്ടുള്ള റിപ്പയർ ഒക്കെ വരുന്ന സമയത്ത്, പിന്നെ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ കണ്ടാമിനേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് പ്രധാനമായിട്ടും പ്രൊവിഷൻസ് പോസിബിൾ ആവുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രൊവിഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഒരു 37-ൽ നമുക്ക് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ കൂടി പറയുന്നുള്ളൂ: കണ്ടിജൻറ്റ് ലയബിലിറ്റി, കണ്ടിജൻറ്റ് അസറ്റും. കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ഒബ്ലിഗേഷൻ, ഒരു പാസ്റ്റ് ഈവൻ്റ് ഉണ്ടായിരിക്കാം, അത് ഒക്കർ ചെയ്യുകയോ നോൺ ഒക്കർ ചെയ്യുകയോ ചെയ്യാം എന്നാണ് പറയുന്നത്. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഒരു പാസ്റ്റ് ഈവൻറ്റ്സ് ഉണ്ടായിരിക്കുക, പക്ഷെ അത് റെക്കഗ്നൈസ് ചെയ്യാതിരിക്കാം. കണ്ടിജൻറ്റ് ലയബിലിറ്റി അസസ് ചെയ്യുന്നത് കണ്ടിന്യൂവലി ആണ് ടു ഡിറ്റർമിൻ വെദർ സെറ്റിൽമെൻറ്റ് ഹാസ് ബിക്കം പ്രോബബിൾ. നമുക്ക് സെറ്റിൽമെൻറ്റ് പ്രോബബിളായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കണ്ടിജൻറ്റ് ലയബിലിറ്റി ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി അത് പ്രോബബിൾ ആവുന്നത് അതിൻ്റെ പേയ്മെൻറ്റ്, പ്രീവിയസ്ലി നമ്മൾ ആ പേയ്മെൻറ്റ് ഡീൽ ചെയ്യുമ്പോൾ മാത്രമാണ്
കണ്ടിജന്റ് ലയബിലിറ്റീസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും അസോസിയേറ്റ്സിനോ അതേഴ്സിനോ കൊണ്ട് ഗ്യാരണ്ടി കൊടുക്കുക, പിന്നെ ക്ലെയിം അഗെയിൻസ്റ്റ് ഒരു ഫേമിന് അഗെയിൻസ്റ്റ് ക്ലെയിം ചെയ്യുക, അവിടുത്തെ കസ്റ്റമേഴ്സോ സപ്ലയേഴ്സോ എംപ്ലോയീസോ ഒക്കെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യുക, ലയബിലിറ്റി പെൻഡിങ് ഇൻ ദ കോർട്ട്, അതേപോലെ ഇൻകം ടാക്സ് ഡിമാൻഡ് അണ്ടർ അപ്പീൽ, അൺകോൾഡ് ലയബിലിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടിജന്റ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടിജന്റ് അസറ്റ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യാം. കണ്ടിജന്റ് അസറ്റും പോസിബിൾ അസറ്റും മാത്രമാണ്, ഇത് ശരിക്കും റിയൽ അസറ്റ് അല്ല. അതുകൊണ്ടാണ് കണ്ടിജന്റ് അസറ്റ് എന്ന് പറയാൻ കാരണം. അങ്ങനെ ഒരു കാര്യം കണ്ടിജന്റ് അസറ്റ് ആവണമെങ്കിൽ നമുക്കൊരു 3 കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻറ്റിൻ്റെ ഫലമായിട്ടായിരിക്കണം അസറ്റ് ഉണ്ടായിട്ടുണ്ടാവേണ്ടത്. പിന്നെ നിലവിലെ കണ്ടിജന്റ് അസറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യണം. അതിൻ്റെ ഒക്കറൻസോ അല്ലെങ്കിൽ നോൺ ഒക്കറൻസോ ഒന്നോ അതിലധികമോ ഫ്യൂച്ചർ ഈവൻസോ അവിടെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റണം. ഫ്യൂച്ചർ ഈവൻറ്റ് നോട്ട് ഹോളി വിതിൻ ദ കൺട്രോൾ ഓഫ് ദ എൻ്റർപ്രൈസ്. ഫ്യൂച്ചർ ഈവൻറ്റ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ എൻ്റർപ്രൈസിൻ്റെ ഒരു കൺട്രോൾ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് കണ്ടിജന്റ് അസറ്റ് ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ അതിൽ കണ്ടിജന്റ് ലയബിലിറ്റിയുടെ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സ് ലിമിറ്റഡ് ഹാസ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി. ഒരു സബ്സിഡിയറി കമ്പനിക്ക് വേണ്ടിയിട്ട് എക്സ് ലിമിറ്റഡ് ഒരു ഫിനാൻഷ്യൽ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് വൈ ലിമിറ്റഡ് ഫോർ എ ലോൺ. 5 കോടി രൂപയ്ക്കാണ് വൈ ലിമിറ്റഡ് എടുത്ത 5 കോടി രൂപയ്ക്കാണ് ഇവർ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി കൊടുക്കുന്നത് ഫ്രം ഭാരത് ബാങ്കിൽ നിന്ന്. അത് പ്രൊവിഷൻ കണ്ടിജന്റ് ലയബിലിറ്റി ആണോ, ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊരു കണ്ടിജന്റ് ലയബിലിറ്റി ആണ്. എന്തുകൊണ്ട് അത് പറയാൻ കാര്യം, അവിടെ പോസിബിൾ ഒരു പാസ്റ്റ് ഈവൻറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു ഒക്കറൻസ് ഈസ് ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ ഈവൻറ്റ് നോട്ട് വിതിൻ ദ കൺട്രോൾ ഓഫ് ആ കൺട്രോൾ എൻറ്റിറ്റിയുടെ കൺട്രോളിലല്ല ആ ഒരു ബാധ്യത എന്ന് പറയുന്നത്. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ അറൈസ് ചെയ്തിരിക്കുന്ന പാസ്റ്റ് ഈവൻറ്റ് നിന്നാണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് പ്രോബബിൾ ദാറ്റ് ദർ വിൽ ബി ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉറപ്പായിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഇഫ് ദ പോസിബിലിറ്റി ഓഫ് ഔട്ട്ഫ്ലോ റിസോഴ്സ് ഈസ് റിമോട്ട്, നമുക്ക് ഔട്ട്ഫ്ലോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിദൂരമാണെങ്കിൽ അവിടെ എന്തില്ല, നോ ഡിസ്ക്ലോഷർ ഓഫ് ദ കണ്ടിജന്റ് ലയബിലിറ്റി ഈസ് റിക്വയർഡ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് കണ്ടിജന്റ് ലയബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിജന്റ് അസറ്റിന് ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. മേനക ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഹാസ് ഫിൽഡ് ഡാമേജസ് കേസ് ഓഫ് 2 crore അഗെയിൻസ്റ്റ് അരുൺ ലിമിറ്റഡ്. അരുൺ ലിമിറ്റഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് 2 കോടിയുടെ നഷ്ടം പറയുന്നുണ്ട്. അവർക്ക് കറക്റ്റ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയിലൊന്നും ഗുഡ്സ് അവരുടെ ഓർഡർ പ്രകാരം ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതിന് ഡാമേജ് പറ്റിയതിന് 2 കോടിയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടിജന്റ് അസറ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് എന്ന് പറയുന്നത്. ചാൻസസ് ഓഫ് വിന്നിങ് ഇൻ ദ കേസ് ബൈ ഇങ്ങനെ ഒരു കേസിൽ മേനക ഇൻഡസ്ട്രീസിന് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ സൊല്യൂഷൻ പറയുന്ന പോസിബിൾ അസറ്റ് എന്ന് പറയുന്ന റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻ്റ് ആണ്. അത് 2 crore ഉണ്ട്. ആസ് എ റിസൾട്ട് ആ ഒരു പാസ്റ്റ് ഇവൻറ്റിൻ്റെ ഫലമായിട്ടാണ് നോൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആസ് പെർ ഓർഡർ പ്രകാരം കൊടുത്തിട്ടില്ല. കൺഫേംഡ് ബൈ ഫ്യൂച്ചർ ഇവൻറ്റ് കോർട്ട് ഓർഡർ ആണ്. പിന്നെ എക്സിസ്റ്റൻസ് വിൽ ബി കൺഫേംഡ്, അത് ഉണ്ടോ ഇല്ലയെന്ന് കൺഫേം ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ ഈവൻറ്റ് കോർട്ട് ഓർഡർ പ്രകാരമായിരിക്കും. ഫ്യൂച്ചർ ഈവൻറ്റ് ഒരിക്കലും കൺട്രോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം മേനക ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കനോട്ട് കൺട്രോൾ ദ കോർട്ട് ഓർഡർ. കോർട്ട് ഓർഡറിൽ എന്താണോ പറയുന്നത് അതിനൊരിക്കലും മേനക ഇൻഡസ്ട്രീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്യൂട്ട് ഫോർ 2 crore ഡാമേജസ് ഈസ് കണ്ടിജന്റ് അസറ്റ്. അപ്പോൾ അവർക്കത് കണ്ടിജന്റ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുക. ഇനി കണ്ടിജന്റ് അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ചിലപ്പോൾ സമയത്ത് നമുക്ക് പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഇൻകം റെക്കഗ്നൈസ് ചെയ്യാൻ നെവർ ബി റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഇൻകം ആയിക്കൊള്ളുന്നില്ല. അതിൻ്റെ വെർച്വലി വരുന്ന ഇൻകം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക കണ്ടിജന്റ് അസറ്റിന്. അത് ഡിസ്ക്ലോസ് ചെയ്യുന്ന വേർ ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ് ഈസ് പ്രോബബിൾ. അതിൽ നിന്നൊരു എക്കണോമിക് ബെനിഫിറ്റ് ഇങ്ങോട്ട് നമ്മുടെ ഫേമിലേക്ക് വരികയാണെങ്കിൽ മാത്രമാണ് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ കണ്ടിജന്റ് അസറ്റ്സ് അസസ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്തിട്ട് അത് വെർച്വലായിട്ട് മാറുകയും സർട്ടൺ അറ്റ് ദാറ്റ് ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാവുകയും അസറ്റ് ആൻഡ് റിലേറ്റഡ് ഇൻകം റെക്കഗ്നൈസ് ചെയ്യുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പീരീഡ് ഇൻ വിച്ച് ദ ചേഞ്ച് ഒക്കേഴ്സ്. ഏത് സമയത്താണോ ആ ചേഞ്ച് വന്നു വെച്ചാൽ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്തിട്ട് പറയാൻ സാധിക്കുകയും വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 പറയുന്ന കണ്ടിജന്റ് അസറ്റ് ലയബിലിറ്റി പ്രൊവിഷൻസിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.